അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പെയിൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. താറാവ് ഇച്ചിരി നീ പിന്നെ നമുക്ക് കുറേ പണിയുണ്ട്, കുറേ ഒന്നുമില്ല, കുറച്ചുണ്ട്. നമുക്കിപ്പോൾ പെയിൻ്റൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറക്കാവേ ഗൈസ്. നമ്മൾ പെയിൻ്റൊക്കെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു ബുക്ക് അത് പിന്നെ ഞാൻ സ്ലൈഡ് പുറകിലൊന്ന് വെച്ച് കൊടുത്ത്. ഇല്ല, പെയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് വയ്ക്കണം. ഞാൻ ഫസ്റ്റ് ചെയ്ത ഭാഗം ഇതായിരുന്നു. ഇത് ഒട്ടും കൊള്ളാത്ത കാരണം ഞാൻ വീണ്ടും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പെയിൻ്റ് അടിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ ആ 3 ബോൾസ് ഇപ്പുറത്തോട്ട് അടിച്ചു. കൊള്ളാവോ എന്ന് പറയണേ. നമുക്ക് പിന്നെ ജനലിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് ജസ്റ്റ് ഒരു പേടിയല്ല വല്ലതും ഇങ്ങനെ പോയാലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ബോക്സിലോട്ട്. തല വീഴാണ്ട് സൂക്ഷിക്കണം ഗൈസ്. മെയിൻ ഐറ്റം ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് അങ്ങനെ നമ്മുടെ ആയുധം എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഇച്ചിരി നേരമൊന്ന് വെള്ളത്തിടാം. എന്നിട്ട് ഏത് കളർ അടിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്കൊരു വൈറ്റ് അടിക്കാവേ. അപ്പോൾ വൈറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ എൻ്റെ ഇവിടെ കണ്ടോ വയലറ്റ് കളറ്. വയലറ്റ് എന്ന് വെച്ചാൽ ഞാൻ ലാവണ്ടർ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതാക്കിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ക്യാമറ ഹലോ, എന്നെ മനസ്സിലായോ? നിങ്ങളുടെ സ്വന്തം ലച്ചൂസ്. അതായത് എൻ്റെ ശരിക്കുള്ള പേര് ഭവ്യ എന്നാണ്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഗൈസ് ലച്ചു. അപ്പോൾ നമുക്ക് തുറക്കാം. എനിക്കാരും കമൻ്റ് ഒന്നും ഇടാറില്ല ഗൈസ്. നിങ്ങൾക്കെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടിടും. എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിലുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് വൈറ്റ് കളർ എടുക്കാം ഗൈസ്. ജസ്റ്റ് ഒരു വയലറ്റൊക്കെ ഉണ്ട്. ശരിയില്ല, ജസ്റ്റ് അല്ലേ ഉള്ളൂ ഗൈസ്. നമുക്ക് താറാവിന് ദിവസം ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനോർത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. മറ്റേ വീഡിയോസിലൊക്കെ അത്യാവശ്യം വ്യൂ ഒക്കെ പോയിട്ടുള്ള കാരണമാണ് കേട്ടോ ഗൈസ്. ഫുൾ ഓഫ് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അയ്യോ, താറാവിന് മൂക്ക് വെച്ചില്ല ഗൈസ്. അതൊക്കെ നമുക്ക് തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് ചെയ്തിട്ട് ആറടി ഷീറ്റായിട്ട് ഒട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ദിവസം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കയ്യൊന്ന് കഴുകി. ഓക്കെ, നമുക്ക് ആ ടൈം കൊണ്ട് അതിന് മൂക്ക് ശരിയാക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ക്ലേ വേണ്ടി വരും. അപ്പം നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കാം. ഈ ഒരു ഷേപ്പ് മതി. ഇച്ചിരി ഇങ്ങനെ ആക്കി പ്രസ് ചെയ്ത് ഓക്കെ, നമുക്കിനി യെല്ലോ അടിച്ചു കൊടുക്കാം. വൈറ്റ് ഞാൻ തുടച്ചില്ല ഗൈസ്, തുടച്ചു. അമ്മ റേഡിയോയുടെ സൗണ്ട് കുറച്ച്. അമ്മ എനിക്ക് വീഡിയോ എടുക്കണം. അമ്മ ഞങ്ങളെ വീട്ടിൽ പുതിയൊരു റേഡിയോ മേടിച്ചു ഗൈസ്. അപ്പോൾ അതിരുന്ന് പാട്ട് കേൾക്കണം. ഞെക്കി 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 കളിക്കണം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ യെല്ലോ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം തഴപ്പ് തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഞാൻ അറിയാണ്ട് വെച്ചാൽ ഈ സംഭവം താഴെ പോയാൽ എന്നെ ഈ വീട്ടിൽ കയറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ കളിക്കണം. മനഃപൂർവ്വം അല്ല, അറിയാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് പോണതാണ്. ഇതിനാണ് മാജിക്ക. താഴെപ്പോയി ഗൈസ്. അത് ഇച്ചിരി പെയിൻ്റല്ലേ താഴെപ്പോയി. അതല്ല, ഈ വലിയ ചില്ലിൻ്റെ പെയിൻ്റൊക്കെ പോയാൽ എന്നെ വീട്ടിൽ കയറ്റില്ല ഗൈസ്. ഇവിടെ എൻ്റെ പാരൻസ് സ്ട്രിക്റ്റാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും താഴെക്കളയാണ്ട് നോക്കണത്. ഓക്കെ, കുറച്ചും കൂടി നമുക്ക് യെല്ലോ അടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ടൊരു യെല്ലോ ഒക്കെ കിട്ടണം. നമ്മൾ സീനാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി പെയിൻ്റ് ഒന്ന് പൂട്ടി വെക്കാം. എൻ്റെ നഖത്തേലൊക്കെ മൊത്തമായി ഗൈസ് പെയിൻറ്റ്. ഞാൻ ജനലിൻ്റെ സൈഡിൽ നിന്നാണ് ചെയ്യണം ഗൈസ്. ആണ് കറക്റ്റ് കാര്യം. എനിക്ക് വേറെ ഒരിടത്തും ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കാനോ ഒക്കെ ഒന്നും പറ്റുന്നില്ല. ഇതിപ്പോൾ ഇവിടെ തുടക്കാനാണ്. മേത്തോട്ട് തുടച്ച് അമ്മ വഴക്കിടുകയും ചെയ്യും.
ഞാൻ തന്നെ തുണി അലക്കേണ്ടി വരികയും ചെയ്യും. വാഷിംഗ് മെഷീനോട് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ചെവിയേക്കാൻ വയ്യ. ദാറ്റ് ഈസ് നോൺ ലിവിങ് തിങ്. അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതായത് വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈറ്റ് താറാവ്, മഞ്ഞ മൂക്ക്. അയ്യോ, ഇത് ഇച്ചിരി വലുതായിപ്പോയി ഗൈസ്, ഇച്ചിരി കുറക്കാം. ഞാനതിൽ എക്സ്പേർട്ടൊന്നുമില്ല. അത്യാവശ്യം എനിക്ക് അറിയാം പണിയൊക്കെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ക്ലേ ആർട്ടല്ല ഒന്നും ചെയ്യൂല ഗൈസ്, എനിക്ക് പേടിയാണ്. താറാവ് റെഡിയായി ഗൈസ്. അപ്പോൾ താറാവിന് എന്താ കണ്ണില്ലെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ കണ്ണ് ലാസ്റ്റ് വെക്കാൻ ഓർത്തതാണ്. ഞാൻ വേസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ടെ ഞാൻ ഒട്ടിപ്പിടിച്ച് കാന്തോ. ബ്ലാക്ക് കളറാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് കളറിൽ ഈ സംഭവത്തിൽ നിന്ന് കളർ എടുക്കാറില്ല. ഫസ്റ്റൊക്കെ അടപ്പിന്നാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അത്രയും കളറ് നമുക്ക് സേവ് ചെയ്യാം ഗൈസ്. ബ്ലാക്ക് എടുക്കാം, ആക്കാം. കണ്ണിലായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ്. എനിക്ക് പേടിയാണ്, ഇത് വേണ്ട. നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം വിസിറ്റ് ചെയ്യാം. പെയിൻ്റ് എടുത്തിട്ടുണ്ട്, അടപ്പത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. എൻ്റെ താറാവേ അനങ്ങാണ്ടിരിക്കും. ഇത് അരയന്നാണോ താറാവാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്, അരയന്നാണോ താറാവാണോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണം. നമുക്ക് അമ്മേനൊന്ന് കാണിച്ചു നോക്കാം, അമ്മ എന്താണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ നമുക്ക് അതായിരിക്കും 10ൽ എത്ര പറയും. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ 10ൽ എത്രയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ താറാവ്. അയ്യോ, താറാവിൻ്റെ മൂക്ക് പോയി ഗൈസ്. ഇതിൻ്റെയൊക്കെ പടർന്നു ഗൈസ്. നമുക്ക് വൈറ്റൊക്കെ അടിച്ച് സെറ്റാക്കാം. വൈറ്റ് ഒന്നും കൂടി എടുത്തടിക്കാൻ വരും. ബ്ലാക്ക് ഇച്ചിരി അങ്ങോട്ട് സ്പ്രെഡായിപ്പോയി ഗൈസ്. ഇപ്പോൾ തുടച്ചില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട്. അമ്മേനെ കാണിക്കാവേ. അപ്പോൾ എനിക്കിതിൽ 10ൽ 9 അല്ലെ 10ൽ 8. നിങ്ങൾ പറ 10ൽ 10 ആണെങ്കിൽ 10. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. കണ്ടല്ലേ, ചൂസ് ഫ്ലഗ് ബൈ ബബി. ഞാൻ വെറുതെ ചെയ്തതാണ്. അമ്മ താറാവ് എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് എൻ്റെ അമ്മ താറാവ്. അമ്മ നോക്ക്, 10ൽ എത്രയാ? യെസ്, ജയിച്ചു ഗൈസ്. 10ൽ 10 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും പറയണം 10ൽ എത്ര കൊടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.